കേന്ദ്രത്തിന് പുതിയ കെട്ടിടം നിർമ്മിക്കുന്നതാണ്. കണ്ടിജൻസി ഫണ്ട് ഇവിടെ ചില നമ്മുടെ MLA മാർ സൂചിപ്പിച്ചതാണ്. ക്ഷീരകർഷകരുടെ ഇൻഷുറൻസ് പരിരക്ഷ ഇല്ലാത്ത ഉരുക്കൾക്ക് ആകസ്മികമായ മരണം സംഭവിക്കുമ്പോഴും സ്ഥായിയായ അംഗവൈകല്യം ഉണ്ടാകുമ്പോഴും പ്രകൃതി ദുരന്തങ്ങൾ മൂലം കന്നുകാലികൾക്കും കാലിത്തൊഴുത്തിന് നാശനഷ്ടം സംഭവിക്കുമ്പോഴും അടിയന്തര ധനസഹായം നൽകുന്നതിന് കണ്ടിജൻസി ഫണ്ട് ഉപകരിക്കുന്നു. ഈ പദ്ധതി ഉൾപ്പെടുത്തി 3973 പേർക്ക് ധനസഹായം നൽകിയിട്ടുണ്ട്. കാലിത്തീറ്റ സബ്സിഡി കൊടുക്കുന്നുണ്ട്. പാൽ ഉൽപ്പാദന ചെലവ് കുറയ്ക്കുന്നതിന് സൈലേജിൻ്റെ ഉപയോഗം വർദ്ധിപ്പിക്കുന്നതിനും 500 ലക്ഷം രൂപ പ്രത്യേകമായി കാലിത്തീറ്റ സബ്സിഡി പദ്ധതിയിൽ വകയിരുത്തിയിട്ടുണ്ട്. സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന ക്ഷീരസംഘങ്ങൾക്ക് മാനേജീരിയൽ സബ്സിഡി കൊടുക്കുന്നുണ്ട്. ജോയിൻറ്റ് ലൈബിലിറ്റി ഗ്രൂപ്പുകൾക്ക്, സ്വയം സഹായ ഗ്രൂപ്പുകൾക്ക് പശു വളർത്തൽ, പാലുൽപാദന നിർമ്മാണം, ചാണക സംസ്കരണം, തീറ്റപ്പുൽ കൃഷി പ്രത്യേക പദ്ധതികൾ 56 ലക്ഷം രൂപ വകയിരുത്തി. പശുക്കളുടെ വാണിജ്യാടിസ്ഥാനത്തിലുള്ള ഡയറി ഫാമുകൾ തിരഞ്ഞെടുക്കപ്പെട്ട 5 സംരംഭകർക്ക് 20 പശുവിൻ്റെ ഫാം തുടങ്ങുവാനുള്ള പദ്ധതിയുണ്ട്. യുവാക്കൾക്ക് സ്മാർട്ട് ഡയറി ഫാമുകളുടെ പ്രത്യേക പദ്ധതി നമ്മൾ ഇപ്പോൾ നടപ്പിലാക്കുന്നുണ്ട്. ക്ഷീരലയം, കാപ്പി, തേയില, റബ്ബർ തോട്ടങ്ങളിലെ തൊഴിലാളി കുടുംബങ്ങൾക്ക് സാമ്പത്തിക സുരക്ഷ ഉറപ്പാക്കുന്നതിനായി ലയങ്ങളിൽ തന്നെ കമ്മ്യൂണിറ്റി കാറ്റിൽ ഷെഡ് സ്ഥാപിച്ച് ക്ഷീരസംഘങ്ങളുടെ സഹകരണത്തോടുകൂടി പ്രത്യേക ഡയറി പാക്കേജ് നടപ്പിലാക്കിയിട്ടുണ്ട്. നമ്മളിപ്പോൾ വയനാട് ജില്ലയിലും അതോടൊപ്പം തന്നെ നമ്മുടെ ഇവിടെ ഇടുക്കി ജില്ലകളിലൊക്കെ തന്നെ ഇതിനകം തന്നെ വന്നു കഴിഞ്ഞു. 8 മാസ ഗർഭാവസ്ഥ മുതൽ പ്രസവശേഷം 3 മാസം വരെ ഉള്ള പശുക്കൾക്കായി പ്രത്യേക ആരോഗ്യ സംരക്ഷണ പദ്ധതി നമ്മൾ ചെയ്യുന്നുണ്ട്. കേരളത്തിലെ ക്ഷീരകർഷക ക്ഷേമനിധി ബോർഡ്, ആ ബോർഡ് ക്ഷീരകർഷകരുടെ ക്ഷേമത്തിനായി രൂപീകരിച്ച ക്ഷീരകർഷക ക്ഷേമനിധിയിൽ ഇതുവരെ 4,22,111 ക്ഷീരകർഷകർ അംഗങ്ങളായിട്ടുണ്ട്. ഈ സർക്കാരിൻ്റെ കാലഘട്ടത്തിൽ ഏകദേശം 61,975,000 പേർക്ക് അംഗത്വം നൽകിയിട്ടുണ്ട്. ക്ഷീരസംഘങ്ങളിൽ പാലളക്കുന്ന എല്ലാ ക്ഷീരകർഷകർക്കും അംഗത്വം ലഭിക്കുന്ന രീതിയിൽ ഈ സർക്കാർ ആക്ട് ഭേദഗതി ചെയ്തിട്ടുണ്ട്. പെൻഷൻ കൊടുക്കുന്നുണ്ട്. 63,364 ക്ഷീരകർഷകർക്ക് പെൻഷൻ കൊടുക്കുന്നുണ്ട്. 1,600 രൂപ വെച്ചാണ് പെൻഷൻ. 1,300 രൂപ മാത്രമാണ് ഗവൺമെൻറ് തരുന്നത്. 300 രൂപ ക്ഷേമനിധിയാണ് പെൻഷനായിട്ടിട്ട് 1,600 രൂപ കൊടുക്കുന്നത്. കുടുംബ പെൻഷൻ കൊടുക്കുന്നുണ്ട്. പെൻഷനർ അത്യാവശ്യം അദ്ദേഹം മരണപ്പെട്ടാൽ ആ കുടുംബത്തിലെ ഒരാൾക്ക് അതിൻ്റെ പകുതി പെൻഷൻ കൊടുക്കുന്നുണ്ട്. വിവാഹ ധനസഹായം കൊടുക്കുന്നുണ്ട്. ക്ഷേമനിധി അംഗങ്ങളുടെ പെൺമക്കൾക്ക് വിവാഹത്തിന് 4,238 പേർക്ക് ഇതിനകം ധനസഹായമായി നൽകിയിട്ടുണ്ട്. മരണാനന്തര ധനസഹായം കൊടുക്കുന്നുണ്ട്. വിദ്യാഭ്യാസ ധനസഹായം കൊടുക്കുന്നുണ്ട്. ക്ഷീര സുരക്ഷാ പദ്ധതി നടപ്പിലാക്കുന്നുണ്ട്. കോവിഡ് ധനസഹായം കൊടുക്കുന്നുണ്ട്. ഓണമധുരം ധനസഹായം ഒക്കെ കൊടുക്കുന്നത് ക്ഷീരക്ഷേമനിധി ബോർഡാണ്. മിൽമ, നമ്മുടെ കേരളത്തിലെ ആദ്യത്തെ പാൽപ്പൊടി നിർമ്മാണ ഫാക്ടറി മലപ്പുറം മൂർക്കനാട് സ്ഥലത്ത് സ്ഥാപിച്ചു കഴിഞ്ഞു. പൂർണ്ണമായും സൗരോർജ്ജത്തിൽ പ്രവർത്തിക്കുന്ന രാജ്യത്തെ ആദ്യത്തെ ഡയറിയായി എറണാകുളത്തെ തൃപ്പുണിത്തറയിലെ മിൽമ ഡയറി മാറി. 2 മെഗാവാട്ട് ശേഷിയുള്ള സൗരോർജ്ജ പ്ലാന്റാണിത്. അതോടൊപ്പം തന്നെ കേരള ആയുർവേദിക് സഹകരണ സംഘവും മിൽമയുമായി സഹകരിച്ച് 8 തരം എത്തനോ വെറ്റിനറി മരുന്നുകൾ മലബാർ മേഖല മിൽമ വിപണിയിൽ ഇറക്കിയിട്ടുണ്ട്. കർഷക ക്ഷേമ പ്രവർത്തനങ്ങളുടെ ഭാഗമായി കാലിത്തീറ്റ സബ്സിഡി നിരക്കിൽ കർഷകർക്ക് മിൽമ വിതരണം ചെയ്യുന്നുണ്ട്. അധിക പാൽവിലയായി കർഷകർക്ക് കഴിഞ്ഞ 2 വർഷങ്ങളിലായി 129.38 കോടി രൂപ കർഷകർക്ക് വിതരണം ചെയ്തു. കൂടാതെ കാലിത്തീറ്റ സബ്സിഡിയായി 50.18 കോടി രൂപയും തീറ്റപ്പുൽ സബ്സിഡിയായി 14.08 കോടി രൂപയും വിതരണം ചെയ്തിട്ടുണ്ട്. കാലിത്തൊഴുത്ത് നിർമ്മാണം, കറവയന്ത്രം, ഇൻഷുറൻസ് തുടങ്ങിയ കാർഷിക ക്ഷേമ പ്രവർത്തനങ്ങൾക്ക് 71.51 കോടി രൂപ ഇതിനകം തന്നെ ചെലവഴിച്ചിട്ടുണ്ട്. കേരള വെറ്റിനറി സർവകലാശാലയാണ്. വെറ്റിനറി സർവകലാശാല നമുക്കറിയാം ഇന്ന് കേരളത്തിലെ മൃഗസംരക്ഷണ മേഖലകളിൽ അധ്യാപനവും ഗവേഷണത്തിനും വിജ്ഞാന അധ്യാപനത്തിനുമായി ഇടതുപക്ഷ സർക്കാർ